ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഓണസദ്യയിലെ ഇഞ്ചമ്പുളി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഇഞ്ചി ചെറുതായി നുറുക്കിയത് കഴുകിയെടുത്തിട്ടുണ്ട്. നുറുക്കിയതിന് ശേഷം കഴുകിയെടുത്തതാണ്. ശർക്കര പാവ് കാച്ചിയത് 1 കപ്പ്, വലിയൊരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞ് വെള്ളം എടുത്തത്, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്. ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില, വറ്റൽമുളക് ചേർക്കാം. നുറുക്കി വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പച്ചമുളക് ചേർക്കുന്നുണ്ട്. കളറൊന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കാം. വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി അല്പം വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ആവശ്യത്തിന് എരിവിനാവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കായം, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ശർക്കര പാവ് കാച്ചിയത് ചേർക്കാം. എല്ലാം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാവുന്നതാണ്.
നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഞ്ചമ്പുളി റെഡിയാണ്. തണുത്ത ശേഷം നമുക്ക് ഒരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.